ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും വിൻസ്പെയറിൻ്റെ SCERT ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ത്യ ചരിത്രത്തിലെ 7ാമത്തെ ക്ലാസ്സിലാണുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകൾ കാണാത്ത ആളുകൾ കമൻറ്റ് ബോക്സിൽ ഞാൻ ഇട്ടിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ SCERT പ്ലേലിസ്റ്റിലേക്ക് എത്താൻ കഴിയും. അവിടെ കേരള ചരിത്രത്തിൻ്റെ 2 ക്ലാസ്സുകളും ഇന്ത്യ ചരിത്രത്തിൻ്റെ ഇതുവരെയുള്ള ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇത് 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്ററാണ്, സമരവും സ്വാതന്ത്ര്യവും. കഴിഞ്ഞ ക്ലാസ്സിൽ ദേശീയതയും അതിൻ്റെ സാംസ്കാരിക, സാമൂഹിക, സാഹിത്യ, കലാപരമായിട്ടുള്ള സംഭാവനകളും നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ കുറച്ച് സമരമുറകളെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ 7ാം ക്ലാസ്സിലെ പാഠഭാഗം നമ്മൾ പഠിച്ച സമയത്ത് അവിടെ കണ്ട കുറച്ച് കാര്യങ്ങളുടെ ഹയർ ലെവലാണ് നമ്മളിവിടെ വായിക്കാൻ പോകുന്നത്. നീലത്തിൻ്റെ കറ. ഇത് മഹാത്മാഗാന്ധിജിയുടെ ആത്മകഥയായ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിൽ നിന്നെടുത്ത കുറച്ച് വരികളാണ്. ചമ്പാരൻ എന്ന പേരോ ആ പ്രദേശം ഇന്ത്യയിൽ എവിടെ സ്ഥിതി ചെയ്യുന്നുവെന്നോ നീലം കൃഷി ചെയ്യുന്ന തോട്ടങ്ങളെക്കുറിച്ചോ എനിക്ക് യാതൊരു ധാരണയുമില്ലായിരുന്നു. നീലത്തിൻ്റെ വലിയ ചാക്കുകെട്ടുകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും ചമ്പാരനിലെ സാധാരണ കർഷകർ വളരെയേറെ കഷ്ടതകൾ അനുഭവിച്ചാണ് നീലം ഉൽപ്പാദിച്ചിരുന്നത് എന്ന വസ്തുതയും എനിക്കറിയില്ലായിരുന്നു. രാജ്കുമാർ ശുക്ല, ഈ പേര് ഓർക്കുക. എന്ന സാധാരണക്കാരനായ നീലം കർഷകൻ താൻ ഉൾപ്പെടുന്ന നീലം കർഷകരുടെ ദുരിതവും കഷ്ടപ്പാടും അവസാനിപ്പിക്കുവാൻ പരിശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് 1916 ലക്നൌവിൽ വെച്ച് എൻ്റെ അരികിൽ വന്നത്. എൻ്റെ നിർദ്ദേശപ്രകാരം 1916 കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനത്തിൽ വെച്ച് ബ്രിജ് ബാബു കിഷോർ പ്രസാദ് നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിക്കുകയും ഐക്യകണ്ഠേന പാസ്സാക്കുകയും ചെയ്തു. കാൺപൂരിലും ആശ്രമത്തിലും രാജ്കുമാർ എന്നെ പിന്തുടർന്നു. അവസാനം ഞാൻ കൽക്കത്ത സന്ദർശിക്കുന്ന അവസരത്തിൽ ചമ്പാരനിൽ എത്താമെന്ന് വാക്കുകൊടുത്തു. അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹത്തിൻ്റെ ഒരു ആമുഖമാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. സോ നമുക്കതിൻ്റെ ഡീറ്റെയിലിലേക്ക് കിടക്കാം. ബീഹാറിലെ ചമ്പാരനിൽ 1917 നടന്ന നീലം കർഷകരുടെ സമരത്തിൽ പങ്കെടുക്കാൻ ഇടയായ സാഹചര്യമാണ് ഗാന്ധിജി ആത്മകഥയിൽ വിവരിക്കുന്നത്. അപ്പോൾ ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് 1917. നിരവധി തവണ ചോദിച്ച ചോദ്യമാണ്. ബീഹാറിലാണ് ചമ്പാരൻ സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് ഗാന്ധിജി ഇന്ത്യയിൽ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിലെ പൊതുപ്രവർത്തനം ഗാന്ധിജി ആരംഭിക്കുന്നത് 1917 ചമ്പാരൻ സത്യാഗ്രഹത്തിലൂടെയാണ്. വളരെ പെട്ടെന്ന് തന്നെ സാധാരണക്കാരുടെ വിശ്വാസവും അംഗീകാരവും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതിൻ്റെ കാരണങ്ങൾ: ഒന്ന്, ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നടത്തിയ സമരങ്ങൾ. അപ്പോൾ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ ഇതിനു മുന്നേ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. ദെൻ സാധാരണക്കാരെ പോലുള്ള ജീവിത രീതി. അപ്പോൾ ഗാന്ധിജിയെക്കുറിച്ച് നമുക്കറിയാം, ഭക്ഷണം, വസ്ത്രം, ഭാഷ, ഇത് സാധാരണക്കാരെക്കാൾ ലളിതമായിട്ടുള്ള രീതിയിലായിരുന്നു ഗാന്ധിജി ജീവിച്ചിരുന്നത്. അഹിംസയിൽ അധിഷ്ഠിതമായ സമരരീതി. അപ്പോൾ അഹിംസ എന്ന സമരരീതി ഗാന്ധിജിയുടെ പ്രത്യേകതയാണ്. തങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന രക്ഷകനായി ഗാന്ധിജിയെ ആളുകൾ വിലയിരുത്തി. അപ്പം ഇതൊക്കെ കൊണ്ടാണ് ഗാന്ധിജിക്ക് അന്ന് ഏറെ പിന്തുണ കിട്ടിയത്. ഇനി ഗാന്ധിജിയും ദക്ഷിണാഫ്രിക്കയും. ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസുകൾ വാദിക്കുന്നതിനായാണ് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്തുന്നത്. അപ്പോൾ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ എത്താനുള്ള കാരണം ദാദാ അബ്ദുള്ള എന്ന ഗുജറാത്തി വ്യാപാരിയുടെ കേസുകൾ വാദിക്കുക എന്ന ലക്ഷ്യത്തിനാണ്. ദർബനിൽ നിന്നും പ്രിട്ടോറിയയിലേക്കുള്ള ട്രെയിൻ യാത്രയിൽ ഇന്ത്യക്കാരനായതുകൊണ്ട് വെള്ളക്കാർക്കൊപ്പം 1ാം ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇറക്കിവിട്ടു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർ അനുഭവിക്കുന്ന വർണ്ണവിവേചനത്തിൻ്റെ തീവ്രത അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ ഗാന്ധിജി വർണ്ണവിവേചനത്തിൻ്റെ തീവ്രത മനസ്സിലാക്കിയത് ദർബനിൽ നിന്നും പ്രിട്ടോറിയയിലേക്കുള്ള ട്രെയിൻ യാത്രയിലാണ്. അവിടെ ഉണ്ടായിരുന്ന 21 വർഷക്കാലവും ദക്ഷിണാഫ്രിക്കയിലെ വെള്ളക്കാരല്ലാത്തവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് അദ്ദേഹം ശ്രമിച്ചത്. അപ്പോൾ ഗാന്ധിജി
ദക്ഷിണാഫ്രിക്കയിൽ 21 വർഷക്കാലമാണ് ഉണ്ടായിരുന്നത്. 21 വർഷക്കാലം. ഇനി ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഗാന്ധിജി ഇടപെട്ട ചില പ്രാദേശിക സമരങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ചമ്പാരനിലെ നീലം കർഷകരുടെ സമരം ബീഹാറിലാണ് 1917. അഹമ്മദാബാദിലെ തുണിമിൽ സമരം ഗുജറാത്തിലാണ് 1918. പിന്നീട് ഖേഡയിലെ കർഷക സമരം, അതും ഗുജറാത്ത് തന്നെയാണ്, 1918. ചമ്പാരനിലെ നീലം കർഷകരുടെ പ്രശ്നത്തിൽ ഇടപെട്ട ഗാന്ധിജി നിയമലംഘനവും സഹന സമരവും പോലുള്ള സമര രീതികളാണ് സ്വീകരിച്ചത്. ഗാന്ധിജിയുടെ ഇടപെടൽ നീലം കർഷകർക്ക് അനുകൂലമായ നിയമം പാസാക്കാൻ അധികാരികളെ നിർബന്ധിതരാക്കി. സമരത്തിനു ശേഷം ഗാന്ധിജി ചമ്പാരൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. പ്രാഥമിക വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ശുചീകരണ പ്രവർത്തനങ്ങളും വൈദ്യ സഹായ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കുകയും ചെയ്തു. അപ്പം നീലം കർഷകരുടെ ബുദ്ധിമുട്ട് കണ്ടറിഞ്ഞാണ് ഗാന്ധിജി അവരുടെ ആവശ്യപ്രകാരം ചമ്പാരനിൽ സമരം നടത്തുന്നത് 1917. ഇനി പ്ലേഗ് ബോണസിനെ പറ്റിയുള്ള 1918 അഹമ്മദാബാദ് തുണിമിൽ സമരത്തിലും ചമ്പാരനിലെ സമര രീതികളാണ് അദ്ദേഹം സ്വീകരിച്ചത്. അപ്പോൾ 1917 അഹമ്മദാബാദ് തുണിമിൽ സമരത്തിൽ അദ്ദേഹം പങ്കെടുത്തത് പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞ ക്ലാസ് കാണാത്തവർ അത് കണ്ട് മനസ്സിലാക്കുക. ഗാന്ധിജിയുടെ ഉപവാസത്തെ തുടർന്ന് അധികാരികൾ ശമ്പള വർധനവിന് സമ്മതിക്കുകയും സമരം അവസാനിപ്പിക്കുകയും ചെയ്തു. വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായിരുന്ന ഗുജറാത്തിലെ ഖേഡയിലെ അടുത്ത സമരം 1918 തന്നെ ഗുജറാത്തിലെ ഖേഡയിലെ കർഷകരിൽ നിന്ന് നികുതി പിരിക്കാൻ തീരുമാനിച്ച അധികാരികളുടെ നയത്തിനെതിരെ ഗാന്ധിജി നികുതി നിഷേധവും സത്യാഗ്രഹവും സമരായുധങ്ങളായിട്ട് എവിടെ ഉപയോഗിച്ചു? ഖേഡ സമരത്തിൽ. അതിൻ്റെ ഫലമായി സർക്കാർ നികുതി ഇളവുകൾ നൽകാൻ തയ്യാറായി. സത്യാഗ്രഹത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ആദ്യകാല സമരങ്ങൾ ഗാന്ധിജിയെ ജനസമൂഹത്തിൻ്റെ നേതാവാക്കി തീർത്തു. ഇനി പ്ലേഗ് ബോണസ് എന്താണെന്നിവിടെ പറയുന്നുണ്ട്. നമ്മൾ പഠിച്ചത് തന്നെയാണ്. 1917 അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗം അവിടുത്തെ ജനസംഖ്യയുടെ ഏതാണ്ട് 10% പേരെ കൊന്നൊടുക്കി. ഈ കാലയളവിൽ തൊഴിലാളികൾക്ക് അവരുടെ ശമ്പളത്തിൻ്റെ 80% വരെ ബോണസായി നൽകിയിരുന്നു. രോഗഭീതി മൂലം തൊഴിലാളികൾ തൊഴിലുപേക്ഷിച്ച് പോകാതിരിക്കാനായി ഏർപ്പെടുത്തിയ ഈ സംവിധാനം ഒന്നാം ലോക യുദ്ധം കൊണ്ടുണ്ടാക്കിയ വിലക്കയറ്റത്തെ പ്രതിരോധിക്കാൻ തൊഴിലാളികൾക്ക് സഹായകമായി. രോഗഭീതി ഒഴിഞ്ഞതോടുകൂടി ഈ ആനുകൂല്യം നിർത്തലാക്കിയതാണ് തൊഴിലാളികളെ സമരത്തിന് പ്രേരിപ്പിച്ചത്. ഇതിനാണ് പ്ലേഗ് ബോണസ് എന്ന് പറയുന്നത്. ഒരു തവണ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത്. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഗാന്ധിജിയുടെ സമരരീതിയും ആശയങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്ക് പരിചയപ്പെടാൻ അവസരം ലഭിച്ചു. വിദ്യാസമ്പന്നരായ ആളുകൾക്കിടയിൽ മാത്രമായി ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിലേക്ക് സാധാരണക്കാരായ ജനങ്ങളും ആകർഷിക്കപ്പെട്ടു. പട്ടണങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ദേശീയ പ്രസ്ഥാനത്തിന് ഗ്രാമപ്രദേശങ്ങളിലും വേരോട്ടമുണ്ടാക്കി. എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യനായ ദേശീയ നേതാവായി ഗാന്ധിജി മാറി. അപ്പോൾ സാധാരണക്കാരായ ആളുകളെ ഗാന്ധിജിക്ക് വളരെയധികം സ്വാധീനിക്കാൻ കഴിയും. അതാണ് ഗാന്ധിജിക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത്. അതാണ് ഈ പറയപ്പെട്ട 4 പോയിന്റുകളിലും പറയുന്നത്. ഇനി ഗാന്ധിജി ചലച്ചിത്രത്തിൽ, അപ്പോൾ നമ്മുടെ SCERTയിൽ പറഞ്ഞിട്ടുള്ള ഫാക്റ്റാണ്. ഗാന്ധിജി ചലച്ചിത്രത്തിൽ റിച്ചാർഡ് അറ്റൻബറോ സംവിധാനം ചെയ്ത 8 ഓസ്കാർ അവാർഡുകൾ നേടിയ ഗാന്ധി എന്ന ചലച്ചിത്രം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഗാന്ധിയൻ കാലഘട്ടത്തിൻ്റെ ദൃശ്യാവിഷ്കാരമാണ്. ശ്യാം
ശ്യാം ബെനഗലിൻ്റെ മേക്കിംഗ് ഓഫ് മഹാത്മാഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങളാണ് ചിത്രീകരിക്കുന്നത്. ഇവ കൂടാതെ നിരവധി ചലച്ചിത്രങ്ങളും ഡോക്യുമെൻ്ററികളും ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 2 ഇവിടെ എടുത്ത് പറയുന്നു. ഒന്ന് റിച്ചാർഡ് ആൻബറോ സംവിധാനം ചെയ്ത ഗാന്ധി, മറ്റൊന്ന് ശ്യാം ബെനഗൽ സംവിധാനം ചെയ്ത മേക്കിംഗ് ഓഫ് മഹാത്മാഗാന്ധി. മേക്കിംഗ് ഓഫ് മഹാത്മ. ഇത് ഗാന്ധിജിയുടെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതാനുഭവങ്ങളാണ്. ദേശീയ സമരത്തിലേക്ക് ബ്രിട്ടീഷ് സർക്കാർ പാസാക്കിയ റൗലറ്റ് നിയമത്തിനെതിരെ വിശദമായിട്ട് നമ്മൾ പറഞ്ഞതാണ്. 1919 റൗലറ്റ് നിയമത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ സമരത്തിലേക്ക് കടന്നത്. ഭീകരവാദ പ്രവർത്തനങ്ങൾ തടയാനെന്ന പേരിൽ പൗരാവകാശങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് 1919 ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ നിയമമാണിത്. ഈ നിയമപ്രകാരം ഏതൊരാളെയും അറസ്റ്റ് ചെയ്ത് വിചാരണ കൂടാതെ തടങ്കലിൽ വെക്കാമായിരുന്നു. അപ്പോൾ റൗലറ്റ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ചുരുക്കി ഇങ്ങനെ മനസ്സിലാക്കുക, ഏതൊരാളെയും വാറണ്ട് ഇല്ലാതെ അറസ്റ്റ് ചെയ്ത് വിചാരണയില്ലാതെ നാളുകളോളം ജയിലിൽ പാർപ്പിക്കാനുള്ള നിയമമായിരുന്നു റൗലറ്റ് ആക്റ്റിൽ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. റൗലറ്റ് നിയമവിരുദ്ധ സമരങ്ങൾക്ക് പഞ്ചാബിൽ നേതൃത്വം നൽകിയ സെയ്ഫുദ്ദീൻ കിച്ലോ, സത്യപാൽ എന്നിവരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിക്കാനായി 1919 ഏപ്രിൽ 13 ജനങ്ങൾ അമൃത്സറിലെ ജാലിയൻ വാലാബാഗിൽ ഒത്തുകൂടി. അമൃത്സർ പട്ടണത്തിൻ്റെ നിയന്ത്രണം ഈ സമയം പട്ടാളം ഏറ്റെടുത്തിരുന്നു. പട്ടാള മേധാവിയായ ജനറൽ ഡയർ തൻ്റെ ഉത്തരവ് ലംഘിച്ചു എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ 3 വശവും കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട മൈതാനത്തിൻ്റെ പ്രവേശന കവാടത്തിൽ പട്ടാളക്കാരെ നിരത്തി നിരായുധരായ ജനങ്ങൾക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവിട്ടു. 10 മിനിറ്റ് നീണ്ടുനിന്ന വെടിവയ്പിൽ 379, കണ്ടില്ല, 10ാം ക്ലാസ്സിൽ കൃത്യമായിട്ട് ആ എണ്ണം പറയുന്നുണ്ട്, 379 പേർ മരിച്ചു എന്നായിരുന്നു ഔദ്യോഗിക കണക്കെങ്കിലും മരണസംഖ്യ ഇതിൻ്റെ ഇരട്ടിയായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ രേഖപ്രകാരം 379, പക്ഷെ അതിൻ്റെ ഇരട്ടി ആളുകൾ മരണപ്പെട്ടിരുന്നു. ഇതാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 ഏപ്രിൽ 13. ഇന്ത്യയിലെമ്പാടും ശക്തമായ പ്രതിഷേധം രൂപപ്പെട്ടതിന് ജാലിയൻ വാലാബാഗ് സംഭവം കാരണമായി. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി എന്ന് ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഗാന്ധിജി പ്രതികരിച്ചു. അപ്പോൾ ഗാന്ധിജി പ്രതികരിച്ചത്, പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട് എങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയുടെ ഒരു സാങ്കല്പിക ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദെൻ നിസ്സഹകരണ സമരവും ഖിലാഫത്ത് പ്രസ്ഥാനവും. ഇപ്പോൾ നിസ്സഹകരണ സമരം എന്താണ് എന്നും നമ്മൾ പറഞ്ഞു അല്ലേ. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം. അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം നിസ്സഹകരണ സമരമാണ്. റൗലറ്റ് വിരുദ്ധ സമരം നൽകിയ ആത്മവിശ്വാസം ബ്രിട്ടീഷ് ഭരണത്തോട് നിസ്സഹകരണം പ്രഖ്യാപിക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചു. അപ്പോൾ നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഒരു ചാർട്ടിൽ കൊടുത്തിട്ടുള്ളത്, ഈ ഒരു കോൺസെപ്റ്റ് മാപ്പിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിച്ചു, വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ചു, തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിച്ചു, ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരികെ നൽകി, നികുതി നിഷേധിച്ചു, വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിച്ചു. ഇതെല്ലാം നിസ്സഹകരണ സമരത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന കാര്യങ്ങളാണ്. അപ്പോൾ വിദേശ നിർമ്മിതമായിട്ടുള്ള അല്ലെങ്കിൽ വിദേശ നിയമങ്ങളോട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന എല്ലാ നിയമങ്ങളോടും വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതായിരുന്നു നിസ്സഹകരണ സമരം. നിസ്സഹകരണത്തിൻ്റെ സവിശേഷതകൾ എന്തായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. ഇന്ത്യയിലെ ജനങ്ങൾ ഗാന്ധിജിയുടെ
ആഹ്വാനം സ്വീകരിച്ചതിന് ചില ഉദാഹരണങ്ങൾ. ഈ നിസ്സഹകരണ പ്രസ്ഥാനമൊക്കെ നമ്മൾ മുൻകഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പാഠഭാഗത്ത് അതിൻ്റെ അധികം വിശദീകരണം വരാത്തത്. ഞാൻ വീണ്ടും പറയുന്നു, കേൾക്കാത്തവർ ആ ക്ലാസ് കൂടി കേൾക്കുക. ഇന്ത്യയിലെ ജനങ്ങൾ ഗാന്ധിജിയുടെ ആഹ്വാനം സ്വീകരിച്ചതിന് ചില ഉദാഹരണങ്ങൾ. അവന്തിലെ കർഷകർ നികുതി നൽകാൻ വിസമ്മതിച്ചു. അപ്പോൾ അവന്തിലെ കർഷകർ ചെയ്തത് എന്താണ്? നികുതി നിഷേധം. വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗക്കാർ വന നിയമം ലംഘിച്ച് വനത്തിനുള്ളിൽ പ്രവേശിക്കുകയും ഉൽപ്പന്നം ശേഖരിക്കുകയും ചെയ്തു. അപ്പോൾ വനങ്ങളിൽ ബ്രിട്ടീഷുകാർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ കരസ്ഥമാക്കാൻ വേണ്ടി അവർ ചെയ്തത് വന നിയമവും അതേപോലെ റിസർവ് ഏരിയകളും തീരുമാനിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് ലംഘിക്കുകയാണ് വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗക്കാർ ചെയ്തത്. ഇനി ഉത്തർപ്രദേശിലെ കർഷകർ ചെയ്തതോ? കോളനി ഉദ്യോഗസ്ഥരുടെ ചുമടുകൾ എടുക്കാൻ വിസമ്മതിച്ചു. ഉത്തർപ്രദേശിലെ കർഷകർ കോളനി ഉദ്യോഗസ്ഥരുടെ ചുമടുകൾ എടുക്കാൻ വിസമ്മതിച്ചു. തൊഴിലാളികൾ പണിമുടക്കി. വക്കീലന്മാർ കോടതിയിൽ പോകാൻ വിസമ്മതിച്ചു. അല്ലേ, നല്ലൊരു വിഭാഗം വക്കീലന്മാരും ഇന്ത്യക്കാരായിരുന്നു. വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സ്കൂളുകളും കോളേജുകളും ഉപേക്ഷിച്ചു. സ്ത്രീകളടക്കമുള്ള ജനങ്ങൾ വിദേശ വസ്ത്രങ്ങൾ പൊതുനിരത്തുകളിൽ കൂട്ടിയിട്ട് കത്തിച്ചു. ഇതെല്ലാം എല്ലാവരും അവരവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു. ബഹിഷ്കരണത്തോടൊപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഗാന്ധിജി ആഹ്വാനം നൽകി. അപ്പോൾ ഈ ബഹിഷ്കരണം, നിസ്സഹകരണം 2 രീതിയിലാണ് നടന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഒന്ന് ബഹിഷ്കരണ പ്രവർത്തനവും മറ്റൊന്ന് ക്രിയാത്മക പ്രവർത്തനവും. അപ്പോൾ ബഹിഷ്കരണമാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി ക്രിയാത്മകമായിട്ടുള്ള കാര്യങ്ങൾ, നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഇതിനെ തുടർന്ന് ജനങ്ങൾക്ക് തദ്ദേശീയമായ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുകയും ചർക്കയിൽ നൂൽ നൂറ്റ് ഖാദി വസ്ത്രങ്ങൾ നെയ്യുകയും ദേശീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുകയും ഹിന്ദി പ്രചരിപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം ക്രിയാത്മക പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, അയിത്തോച്ചാടനവും നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തിയാണ് നമ്മൾ പഠിക്കേണ്ടത്. അക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട ദേശീയ വിദ്യാലയങ്ങൾക്ക് ഉദാഹരണമാണ് കാശി വിദ്യാപീഠം, ഗുജറാത്ത് വിദ്യാപീഠം, ജാമിയ മില്ലിയ. ഇതിൻ്റെ തുടക്കക്കാരെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ ദേശീയ വിദ്യാഭ്യാസത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. നിസ്സഹകരണ സമരം നടത്തുന്ന അതേ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഖിലാഫത്ത് നേതാക്കളായ മൗലാന മുഹമ്മദ് അലി, മൗലാന ഷൗക്കത്ത് അലി എന്നിവരുടെ നേതൃത്വത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനവും ശക്തി പ്രാപിച്ചു. ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തിയതിലൂടെ സ്വാതന്ത്ര്യ സമരത്തിൽ മുസ്ലിങ്ങളുടെ സജീവ സാന്നിധ്യം ഉറപ്പാക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു. എന്താണ് ഖിലാഫത്ത് പ്രസ്ഥാനം എന്നൊക്കെ നമ്മൾ പറഞ്ഞതാണ് കേട്ടോ. ഗാന്ധിജി ഖിലാഫത്ത് നേതാക്കളോടൊപ്പം ഇന്ത്യയിലുടനീളം സഞ്ചരിച്ച് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. തൽഫലമായി ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഇന്ത്യയുടെ മുക്കിലും മൂലയിലും എത്തി. ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെട്ടു. ഇനി ഖിലാഫത്ത് പ്രസ്ഥാനം ഇവിടെ ചെറുതായിട്ടൊന്ന് പറയുന്നുണ്ട്. 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം തുർക്കിയിലെ ഭരണാധികാരിയും ലോക മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവുമായിരുന്ന ഖലീഫയുടെ അധികാരങ്ങൾ പരിമിതപ്പെടുത്താനുള്ള ബ്രിട്ടൻ്റെ ശ്രമങ്ങൾക്കെതിരെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നതാണ് ഖിലാഫത്ത് പ്രസ്ഥാനം. ഇനി ഗാന്ധിജി ഖിലാഫത്ത് പ്രസ്ഥാനത്തെ പിന്തുണച്ച കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതും നിങ്ങൾ ഈ ഒരു ഏരിയയിൽ ഓർത്ത് വെക്കേണ്ട സംഗതിയാണ്. ദെൻ ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന ഗ്രാമത്തിൽ ജനങ്ങൾക്ക് നേരെ പോലീസ് വെടിവെച്ചതിൽ രോഷാകുലരായ ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു തീയിട്ടു. 22 പോലീസുകാർ കൊല്ലപ്പെട്ട ഈ സംഭവം ഗാന്ധിജിയെ വേദനിപ്പിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജി നിർബന്ധിതനാകാനുള്ള കാരണം ഉത്തർപ്രദേശിലെ ചൗരി ചൗര സംഭവമാണ് കേട്ടോ. ചൗരി ചൗര സംഭവം. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് നിസ്സഹകരണ പ്രസ്ഥാനമാണ്. ഇനി സിവിൽ നിയമലംഘനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ വഴിത്തിരിവായിരുന്നു 1929 ലാഹോറിൽ വെച്ച് ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനം. പ്രസ്തുത സമ്മേളനത്തിൽ താഴെ പറയുന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ടു.
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അഥവാ സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് ഈ സമ്മേളനം പ്രഖ്യാപിച്ചു. അപ്പോൾ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച INC സമ്മേളനം ഏത്? മുൻവർഷ ചോദ്യമാണ്. 1929 ലാഹോർ സമ്മേളനം. അധ്യക്ഷൻ നെഹ്റു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ചതും ഇതേ ലാഹോർ സമ്മേളനത്തിൽ വെച്ചായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ജനവിരുദ്ധമായ സിവിൽ നിയമങ്ങളെ ലംഘിക്കുക എന്നതായിരുന്നു ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഈ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഉപ്പ് നിയമം ലംഘിക്കുക എന്നുള്ളതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ: ഉപ്പ് നികുതി എടുത്തു കളയുക. അപ്പോൾ സാധാരണക്കാർ ഉപ്പ് കുറുക്കുന്നതിൽ വലിയ ഒരു നികുതി ബ്രിട്ടീഷുകാർ ചുമത്തി തുടങ്ങി. അപ്പോൾ ആ ഉപ്പ് നികുതി എടുത്തു കളയുക. കൃഷിക്കാർക്ക് 50% നികുതി ഇളവ് നൽകുക. വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക. അപ്പോൾ വിദേശ വസ്തുക്കൾ പുറം രാജ്യങ്ങളിൽ നിന്ന് വസ്തുക്കൾ ഇങ്ങോട്ട് വന്നാൽ നികുതി കൂട്ടണം. ദെൻ രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക. സൈനിക ചിലവും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറയ്ക്കുക. ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക. തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക. സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കുക. ഇത് ഇത്രയുമായിരുന്നു ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ. അപ്പോൾ ഈ അവസാനത്തെ രണ്ടെണ്ണം പ്രത്യേകിച്ച് നോട്ട് ചെയ്ത് പഠിക്കുക. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതൊക്കെ നിസ്സഹകരണ സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ അവസാനത്തെ രണ്ടെണ്ണം പെട്ടെന്ന് നമുക്ക് അവിടെ കത്തില്ല. തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക, സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കുക. ഉപ്പ് സമരായുധമായി തിരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തായിരുന്നുവെന്ന് പരിശോധിക്കാം. ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നികുതി വരുമാനത്തിൻ്റെ 2/5 ഉപ്പിനുമേൽ ചുമത്തുന്ന നികുതിയായിരുന്നു. ദരിദ്രർക്ക് ഈ നികുതി വലിയ ഭാരമായിരുന്നു. തദ്ദേശീയരായ ചെറുകിട ഉപ്പുൽപാദകർക്കുമേൽ ഉപ്പുണ്ടാക്കുന്നതിന് ബ്രിട്ടീഷ് നിരോധനം ഏർപ്പെടുത്തി. ഉപ്പിൻ്റെ വില 3 മടങ്ങ് വർദ്ധിച്ചു. സാധാരണക്കാരെ ഉണർത്താൻ ഉതകുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഉപ്പ് നികുതി എടുത്തു കളയുക. കേട്ടോ, ഇത് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കേണ്ട സാധനമാണ്. ഉപ്പ് നികുതി എടുത്തു കളയുക എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകൾക്കും മനസ്സിലാകും അതിൻ്റെ ഒരു ശക്തി. എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് വലിയ ജനശ്രദ്ധ കിട്ടുമെന്ന് ഗാന്ധിജിക്ക് മനസ്സിലായി. അത് വിജയിക്കുകയും ചെയ്തു. നിയമലംഘന സമരത്തിൻ്റെ ശക്തി വിശദീകരിച്ചുകൊണ്ട് ഗാന്ധിജി പറഞ്ഞു, 7 ലക്ഷം ഗ്രാമങ്ങളിലെ 10 പേർ വീതം ഉപ്പ് കുറുക്കാൻ തുടങ്ങുകയാണെങ്കിൽ ഈ സർക്കാരിന് എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾക്ക് ഊഹിക്കാവുന്നതിൽ ഏറ്റവും നീചനായ സ്വേച്ഛാധിപതി പോലും സമാധാനപരമായി നിയമം ലംഘിക്കുന്ന ജനതയെ പീരങ്കി കൊണ്ട് നേരിടാൻ ഊറ്റം കാണിക്കുകയില്ല. നിങ്ങൾ ഒരൽപ്പം സ്വയം മാറാൻ തയ്യാറായാൽ നമുക്ക് ഈ സർക്കാരിനെ കുറഞ്ഞ സമയം കൊണ്ട് ക്ഷീണിപ്പിക്കുവാൻ കഴിയുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു. ഗാന്ധിജി പറഞ്ഞ വളരെ ധീരമായ വാക്കുകളാണ് അല്ലേ. വളരെ ധീരമായിട്ടുള്ള പല വാക്കുകളും ഗാന്ധിജി പറഞ്ഞത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ദെൻ വട്ടമേശ സമ്മേളനത്തെക്കുറിച്ച് ചെറിയൊരു ബോക്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലേ. അതിൽ പറഞ്ഞ ഏകദേശം കാര്യങ്ങളാണ് ഇവിടെയും പറയുന്നത്. ഇന്ത്യയിൽ നടപ്പിൽ വരുത്തേണ്ട ഭരണപരിഷ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനായി ബ്രിട്ടീഷ് ഗവൺമെൻറ് ലണ്ടനിലെ ജെയിംസ് പാലസ്, എവിടെയാണ്? ലണ്ടനിലെ ജെയിംസ് പാലസിൽ 1930, 31, 32 അടുത്തുള്ള 3 വർഷങ്ങളിൽ 3 വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തു. ഗാന്ധിജി പങ്കെടുത്തത് 2ാം വട്ടമേശ സമ്മേളനത്തിലാണ് കേട്ടോ. 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ഗാന്ധിജി പങ്കെടുത്തു. 2ൽ മാത്രമേ പങ്കെടുത്തുള്ളൂ. അപ്പോൾ അവരുടെ നിയമങ്ങളും കാര്യങ്ങളും നമുക്ക് അനുകൂലമല്ല എന്ന് കണ്ടതുകൊണ്ട് പിന്നീട് അദ്ദേഹം അത് ബഹിഷ്കരിച്ചു. ഗാന്ധിജിയുടെ ആഹ്വാനം ഏറ്റെടുത്ത ജനങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഉപ്പ് കുറുക്കി നിയമലംഘനങ്ങളിൽ പങ്കാളികളായി. കേരളത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് പയ്യന്നൂർ, തമിഴ്നാട്ടിൽ വേദാരണ്യം, സ്ഥലം അവിടെ നമ്മൾ പറഞ്ഞിട്ടില്ല, അപ്പോൾ ഇവിടെ പഠിക്കുക. തമിഴ്നാട്ടിൽ വേദാരണ്യം എന്ന സ്ഥലത്തും, മഹാരാഷ്ട്രയിൽ ബോംബെയിലും, ബംഗാളിൽ നവഖാലി കേട്ടോ,
വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശം തുടങ്ങിയവ നിയമലംഘന സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളായി. പയ്യന്നൂർ, വേദാരണ്യം, ബോംബെ, നവഖാലി, വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശം. ഇവിടങ്ങളിൽ സമര വോളണ്ടിയർമാർ ഉപ്പുണ്ടാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ദേശീയ പതാക ഉയർത്തുകയും ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണശാലയിലേക്ക് സരോജിനി നായിഡുവിൻ്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട സത്യാഗ്രഹികളെ വളരെ നിഷ്ഠൂരമായ രീതിയിൽ ബ്രിട്ടീഷ് പോലീസ് നേരിട്ടു. അപ്പോൾ ഗുജറാത്തിൽ ധരാസന എന്നൊരു ഉപ്പ് നിർമ്മാണശാലയുണ്ടായിരുന്നു. അവിടേക്ക് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സരോജിനി നായിഡു ആയിരുന്നു. അത് പഠിക്കുക കേട്ടോ, നമ്മൾ നേരത്തെ പറയാത്ത ഫാക്റ്റാണ്. ധരാസന ഉപ്പ് നിർമ്മാണശാലയിൽ, ഗുജറാത്തിലെ ധരാസന ഉപ്പ് നിർമ്മാണശാലയിൽ. ഉപ്പ് സത്യാഗ്രഹത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുകയും സമരം ക്രൂരമായി അടിച്ചമർത്തുകയും ചെയ്തു. ഇനി ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക. ഇതാ ഒരു മന്ത്രം, ഒരു കൊച്ചു മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾ ഓരോ ശ്വാസവും അതിനെ ആവിഷ്കാരം നൽകണം. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഡു ഓർ ഡൈ. നാം ഒന്നുകിൽ ഇന്ത്യയെ സ്വതന്ത്രമാക്കും, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിക്കും. നാം നമ്മുടെ അടിമത്തം തുടരുന്നത് കാണാൻ ജീവിച്ചിരിക്കുകയില്ല. ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ അതേ സെൻറ്റൻസാണ്. 1942 ആഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി ജനങ്ങളോട് പറഞ്ഞ വാക്കുകളാണിത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായ ക്വിറ്റ് ഇന്ത്യ സമരത്തിനുള്ള ആഹ്വാനമായിരുന്നു ഇത്. അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അവസാനമായിട്ട് നടത്തിയ ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരമാണ്. 1942 ആഗസ്റ്റ് 8 ബോംബെയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഗാന്ധിജി ഈ വാക്കുകൾ പറഞ്ഞത്. PYQ ആണ്. സിവിൽ നിയമലംഘന സമരം പോലെ തന്നെ ജനകീയമായ മറ്റൊരു സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ. എല്ലാ അധികാരങ്ങളും ഇന്ത്യക്ക് കൈമാറി ഇന്ത്യ വിടാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിക്കുന്ന അഹിംസയിലൂന്നിയ ഒരു സമരമാണിത്. ഇതിലൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭാവനം ചെയ്തത് ഈ ഒരു അഹിംസ മാർഗമായിരുന്നു. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് കാരണമായ ചില ഘടകങ്ങൾ പരിശോധിക്കാം. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം. അപ്പോൾ ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടത്തണം എന്നുള്ള രീതിയിൽ പലതവണ ആവർത്തിച്ച് രാഷ്ട്രീയ നേതാക്കൾ, ഇന്ത്യൻ കോൺഗ്രസിൻ്റെയൊക്കെ രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞുവെങ്കിലും അവരതിന് തയ്യാറായില്ല. ദെൻ വിലക്കയറ്റവും ക്ഷാമവും മൂലമുള്ള ജനങ്ങളുടെ അതൃപ്തി. രണ്ടാം ലോക യുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെടുമെന്ന തോന്നൽ. അല്ലെ, ബ്രിട്ടൻ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം ഇന്ത്യയും അനുഭവിക്കേണ്ടി വരും. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടൻ്റെ ഒരു കോളനി കൂടിയാണല്ലോ. അപ്പോൾ ഈ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങളാണ് താഴെ പറയുന്നത്. നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം. കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത്. സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെ ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമാക്കണം. അപ്പോൾ ജോലി രാജിവെക്കാതെ തന്നെ, ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ ദേശീയ പ്രസ്ഥാനത്തോടുള്ള കൂറ് പരസ്യമായിട്ട് പ്രഖ്യാപിക്കണം. പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കു നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം. അപ്പോൾ ഇതൊക്കെ ധീരമായിട്ട് നിൽക്കണം. എന്നാൽ അഹിംസാ മാർഗമാണ്, എന്നാൽ ധൈര്യത്തോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ, അല്ലേ. ഇന്ത്യക്കാർക്ക് നേരെ ഞാൻ വെടിയുതിർക്കില്ല എന്ന് ധൈര്യസമേതം പറയാൻ പട്ടാളക്കാർ തയ്യാറാകണം. സ്വാതന്ത്ര്യ പ്രാപ്തി വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കണം. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് പഠിക്കുക. കൂട്ടത്തിൽ പെടാത്തതാണ് നമുക്ക് തോന്നാവുന്ന പ്രസ്താവനയാണ്. ഗാന്ധിജി അടക്കമുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്ത ബ്രിട്ടീഷ് സർക്കാർ പ്രക്ഷോഭത്തെ അതിക്രൂരമായി നേരിട്ടു. അക്രമാസക്തരായ ജനങ്ങൾ പലയിടങ്ങളിലും ഗവൺമെൻറ് കെട്ടിടങ്ങൾ, ഇലക്ട്രിക് ലൈനുകൾ, ഗതാഗത മാർഗങ്ങൾ തുടങ്ങിയവ തകർത്തു. 1942 അവസാനിക്കുമ്പോൾ ഇന്ത്യ ആകെ സമരത്തിൻ്റെ തീച്ചൂളയിലായിരുന്നു. സ്വാതന്ത്ര്യം നേടാനുള്ള ഇന്ത്യൻ ജനതയുടെ നിശ്ചയദാർഢ്യത്തിന് തെളിവായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. അപ്പോൾ നമ്മൾ അഹിംസാ മാർഗങ്ങളാണ് പറഞ്ഞത്. ഇനി വേറിട്ട വഴികൾ നോക്കാം. പൊതുജന വികാരം അതിൻ്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിൻ്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ മറ്റൊന്നുമല്ല. അപ്പോൾ ദേശീയ ദുരന്തം ഈ ടേം ഓർത്തിരിക്കുക കേട്ടോ.
ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ മറ്റൊന്നുമല്ല. മഹാത്മയുടെ പ്രധാന കൂട്ടാളികളായ ദേശബന്ധു C.R. ദാസ്, മോത്തിലാൽ നെഹ്റു, ലാലാ ലജ്പത് റായ്, പിന്നെ ഞാനും ജയിലിൽ വെച്ച് പൊതുജനങ്ങളുടെ പ്രതിഷേധത്തോടൊപ്പം ചേർന്നു. മഹാത്മാഗാന്ധിയുടെ ഈ പിന്മാറ്റത്തിൽ ദുഃഖിതനും രോഷാകുലനുമായ ദേശബന്ധുവിനെയായിരുന്നു ഞാൻ ജയിലിൽ വെച്ച് കണ്ടത്. സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞ വാക്കുകളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ മഹാത്മാഗാന്ധിയുടെ കൂട്ടാളികളായിട്ട് അദ്ദേഹം പറഞ്ഞത് ദേശബന്ധു C.R. ദാസ്, മോത്തിലാൽ നെഹ്റു, ലാലാ ലജ്പത് റായ്. ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിച്ചതിനെ എതിർത്തുകൊണ്ട് സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധിജിയുടെ ഈ തീരുമാനത്തെ പറഞ്ഞത് ദേശീയ ദുരന്തമെന്നാണ്. നിസ്സഹകരണ സമരം പിൻവലിച്ച ഈ തീരുമാനത്തെ പറഞ്ഞത് ദേശീയ ദുരന്തം എന്നാണ്. ഇത്തരത്തിൽ ഗാന്ധിയൻ സമരരീതികളിൽ നിന്നും ആശയങ്ങളിൽ നിന്നും വ്യത്യസ്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന പ്രസ്ഥാനങ്ങളും വ്യക്തികളും ഇന്ത്യയുടെ ദേശീയ സമരത്തിൽ നിർണായക പങ്ക് വഹിച്ചിരുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം തന്നെയായിരുന്നു അവരുടെയും ലക്ഷ്യം. അവരുടെ മാർഗം വ്യത്യാസമായിരുന്നു എന്ന് മാത്രം. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്ത C.R. ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവർ 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകി. അപ്പോൾ സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയത് C.R. ദാസും മോത്തിലാൽ നെഹ്റുവാണ്. വർഷം 1923. 22 ചൗരി ചൗര സംഭവമൊക്കെ നടക്കുന്നത് അല്ലേ. അതിനോടനുബന്ധിച്ചാണ് നിസ്സഹകരണ പ്രസ്ഥാനം അല്ലേ, നിസ്സഹകരണം പിൻവലിക്കുന്നത്. ദെൻ നിയമനിർമ്മാണ സഭകളെ നമ്മൾ ബഹിഷ്കരിക്കുകയല്ല, മറിച്ച് പോരാട്ടത്തിനും ബദൽ അഭിപ്രായത്തിനുമുള്ള വേദികളാക്കണം എന്ന് അവർ ആവശ്യപ്പെടുകയും നിയമനിർമ്മാണ സഭകളിലേക്ക് മത്സരിക്കുകയും ചെയ്തു. ക്രമേണ ഗാന്ധിയൻ സമര രീതികളോട് വിയോജിപ്പ് കൂടുതൽ ശക്തമായ രീതിയിൽ പ്രകടമാക്കാൻ തുടങ്ങി. മനസ്സിലായല്ലോ? ഓക്കെ, നമുക്ക് ഇനി അടുത്തിലേക്ക് വരാം. പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ. പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ എന്നിവിടങ്ങളിൽ വിപ്ലവകാരികൾ ഡൽഹിയിൽ വെച്ച് 1928 ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടന രൂപീകരിച്ചു. PYQ ആണ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ 1928 രൂപീകരിച്ചത് ആരൊക്കെയാണ്? ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖ്ദേവ്. നമ്മൾ മുന്നേ പറഞ്ഞ വസ്തുതകളാണ്. സായുധ വിപ്ലവത്തിനായി ഇവർ ആരംഭിച്ച സേനാ വിഭാഗമാണ് റിപ്പബ്ലിക്കൻ ആർമി. അപ്പോൾ റിപ്പബ്ലിക്കൻ ആർമി എന്ന് പറയുന്നത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ്റെ കീഴിലുള്ള സായുധ വിപ്ലവത്തിന് വേണ്ടിയുള്ള സേനാ വിഭാഗം, അത് ആർമിയാണ്. കോളനി ഭരണം അട്ടിമറിക്കുകയും ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ റിപ്പബ്ലിക് സ്ഥാപിക്കുന്നതിന് സായുധ വിപ്ലവം സംഘടിപ്പിക്കുകയുമായിരുന്നു ഇവരുടെ ലക്ഷ്യം. ദേശീയ നേതാക്കളിൽ ഒരാളായിരുന്ന ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തി ചാർജിന് ഉത്തരവാദിയായ സാൻഡേഴ്സ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവർ ചേർന്ന് ലാഹോറിൽ വെച്ച് വെടിവെച്ച് കൊന്നു. അപ്പോൾ ഇവർ കൊന്ന ഒരാളുടെ പേരാണ് സാൻഡേഴ്സ്. കേട്ടോ, സാൻഡേഴ്സ് ആരായിരുന്നു? ലാലാ ലജ്പത് റായിയെ മരണത്തിലേക്ക് നയിക്കാൻ ഉത്തരവാദിയായ ലാത്തി ചാർജിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥനാണ്. പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്താനുള്ള കരിനിയമങ്ങൾ പാസാക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും ചേർന്ന് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു. അപ്പോൾ അവർ ചെയ്ത മറ്റൊരു പ്രവൃത്തിയാണ് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിയുക എന്നുള്ളത്. ആരൊക്കെയാണ് ചെയ്തത്? ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും. ഓക്കെ അല്ലേ? ദെൻ 1931 മാർച്ച് 23 ഭഗത് സിംഗിനെയും സുഖ്ദേവിനെയും രാജ്ഗുരുവിനെയും ബ്രിട്ടീഷ് തൂക്കിലേറ്റി. അപ്പോൾ ബ്രിട്ടീഷ് സർക്കാർ നമ്മുടെ ധീര ദേശാഭിമാനികളായ ഈ ഒരു പോരാളികളെ തൂക്കിലേറ്റിയത് 1931 മാർച്ച് 23 ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി രൂപീകരിക്കപ്പെട്ട ചില വിപ്ലവ പ്രസ്ഥാനങ്ങളെയും അവയുടെ നേതാക്കന്മാരെയുമാണ് നമ്മൾ താഴെ പരിചയപ്പെടാൻ പോകുന്നത്. ഇവിടെ
ഭഗത് സിംഗ് ബതുകേശ്വർ ദത്തിന് അയച്ചൊരു കത്ത് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഞാനത് ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേ ചെയ്യുന്നുള്ളൂ, വായിക്കുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടുണ്ട് എന്ന് ഓർമ്മയിലുണ്ടാവും കേട്ടോ. അപ്പോൾ പ്രധാനപ്പെട്ട ചില സംഘടനയും നേതാക്കളും: അഭിനവ് ഭാരത് സൊസൈറ്റി, വി ഡി സവർക്കർ. അഭിനവ് ഭാരത് സൊസൈറ്റി, വി ഡി സവർക്കർ. അനുശീലൻ സമിതി, ബരീന്ദർ കുമാർ ഘോഷ്, പുലിൻ ബിഹാരി ദാസ്. ബരീന്ദർ കുമാർ ഘോഷ്, പുലിൻ ബിഹാരി ദാസ്. ഗദർ പാർട്ടി, ലാല ഹർദയാൽ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി, സൂര്യ സെൻ. അപ്പോൾ ഇത്തരം പ്രസ്ഥാനങ്ങളുടെ പേരൊക്കെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ ഒരുപക്ഷെ ആലോചിച്ചിട്ടുണ്ടാവും ഇതൊക്കെ എവിടെ നിന്ന് വന്നതാണ്. ഇപ്പം മനസ്സിലായില്ലേ? SCRT കൊടുത്തിരിക്കുന്ന കോളം അതേപോലെ എടുത്തു തരുന്നതാണ്. അഭിനവ് ഭാരത് സൊസൈറ്റി, വി ഡി സവർക്കർ. അനുശീലൻ സമിതി, ബരീന്ദർ കുമാർ ഘോഷ്, പുലിൻ ബിഹാരി ദാസ്. ഗദർ പാർട്ടി, ലാല ഹർദയാൽ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി, സൂര്യ സെൻ. അത് പ്രത്യേകിച്ച് ഓർക്കുക, ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയാണ്. റഷ്യൻ വിപ്ലവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് 1930കളോടെ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഇന്ത്യയിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി. ആ ആശയങ്ങൾ കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗത്തെയും സ്വാധീനിച്ചു. ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായൺ, അരുണ അസഫ് അലി എന്നിവർ ചേർന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് നേതൃത്വം നൽകി. അപ്പോൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗത്തിന് നേതൃത്വം നൽകിയത് നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, ജയപ്രകാശ് നാരായൺ, അരുണ ആസഫ് അലി. അരുണ ആസഫ് അലിയെ ആദരിച്ചുകൊണ്ട് ഇന്ത്യൻ തപാൽ വകുപ്പ് പുറത്തിറക്കിയ സ്റ്റാമ്പാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 1934 ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിൽ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു. അപ്പോൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുന്നത് 1934 1934 ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിലാണ്. നേതൃത്വം നൽകിയത് ജയപ്രകാശ് നാരായൺ. ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി പ്രവർത്തകർ വളരെ സജീവമായിരുന്നു. ഗാന്ധിജി അടക്കമുള്ള കോൺഗ്രസിൻ്റെ മുൻനിര നേതാക്കളെല്ലാം അറസ്റ്റിലായപ്പോൾ ഒളിവിൽ നിന്നുകൊണ്ട് സമരത്തിന് പിന്തുണ നൽകിയത് ജയപ്രകാശ് നാരായണും അരുണ ആസഫ് അലി. ഇത് നമ്മൾ പറഞ്ഞു അല്ലേ, ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഗാന്ധിജി അടക്കമുള്ള നേതാക്കന്മാർ അറസ്റ്റിലായപ്പോൾ മറങ്ങി നിന്നുകൊണ്ട് അവിടെ നേതൃത്വം നൽകിയത് ജയപ്രകാശ് നാരായണും അരുണ ആസഫ് അലി. ഗാന്ധിയൻ സമരരീതികളോട് പല ഘട്ടങ്ങളിലും വിയോജിപ്പ് പ്രകടിപ്പിച്ച ആളായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. കോൺഗ്രസ് വിട്ട അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകി. അപ്പോൾ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് രൂപം നൽകിയ രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനായി രാജ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം അദ്ദേഹം ഏറ്റെടുത്തു. അപ്പോൾ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചത് രാജ് ബിഹാരി ഘോഷാണ്. അതിൻ്റെ നേതൃത്വം നേതാജി ഏറ്റെടുക്കുകയാണ് ചെയ്തത്. സിംഗപ്പൂരിൽ വെച്ച് സ്വതന്ത്ര ഭാരതത്തിന് ഒരു താൽക്കാലിക ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചു. ബ്രിട്ടീഷുകാരെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തൂത്തെറിയാനുള്ള സമരം നടത്തുക എന്നതായിരുന്നു താൽക്കാലിക ഗവൺമെൻറ്റിൻ്റെ പ്രധാന ചുമതല. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായ ഝാൻസി റാണി റെജിമെൻറ്റ് രൂപീകരിച്ചു. അപ്പോൾ INAയുടെ വനിതാ വിഭാഗത്തിൻ്റെ പേര് ഝാൻസി റാണി റെജിമെൻറ്റ്. ഇതിൻ്റെ ചുമതല ഉണ്ടായിരുന്നത് മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മിക്കായിരുന്നു. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്, മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മി ആയിരുന്നു ഝാൻസി റാണി റെജിമെൻറ്റിൻ്റെ ചുമതല. ജപ്പാൻ്റെ സഹായത്തോടെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ അതിർത്തി വരെ എത്തുകയും ഇംഫാലിൽ ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു. എവിടെയാണ് ദേശീയ പതാക ഉയർത്തിയത്? ഇംഫാലിൽ. തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങൾ. റഷ്യൻ വിപ്ലവത്തെ തുടർന്ന് സോഷ്യലിസ്റ്റ് ആശയങ്ങളുടെ സ്വാധീനം ഇന്ത്യയിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനിടയാക്കി. ആദ്യകാലത്ത് ഇന്ത്യയിൽ രൂപീകരിക്കപ്പെട്ട തൊഴിലാളി സംഘടനകളാണ് താഴെ പറയുന്നത്. 1. അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ, മദ്രാസ് ലേബർ
ലേബർ യൂണിയൻ. വാഞ്ചി അയ്യർ, ഒരു രക്തസാക്ഷിയെക്കുറിച്ച് നമ്മളൊന്ന് പഠിക്കാൻ പോവാണ്. വാഞ്ചി അയ്യർ പല ആളുകളും ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു പേരായിരിക്കും, വാഞ്ചി അയ്യർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് വാഞ്ചി അയ്യർ. ജനകീയ പ്രക്ഷോഭങ്ങൾ നിഷ്ഠൂരമായി അടിച്ചമർത്തിയിരുന്ന തിരുനെൽവേലി ജില്ലാ കളക്ടർ റോബർട്ട് വില്യം ഡെസ്കോട്ട് ആശയ 1911 ജൂലൈ 17 തമിഴ്നാട്ടിലെ മനിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വെടിവെച്ചു കൊന്നു. അപ്പോൾ ആരാണ് കൊന്നത്? തിരുനെൽവേലി ജില്ലാ കളക്ടറായിരുന്ന റോബർട്ട് വില്യം ഡെസ്കോട്ട്. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതെ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് തന്നെ അദ്ദേഹം ആത്മഹുതി ചെയ്തു കേട്ടോ. അപ്പം അദ്ദേഹം ആരെ കൊന്നു? അദ്ദേഹമാണ് ജില്ലാ കളക്ടറെ കൊന്നത് അല്ലേ? അദ്ദേഹം തന്നെ ജില്ലാ കളക്ടറെ കൊന്നു, എന്നിട്ട് സ്വയം മരിക്കുകയാണ് ചെയ്തത്. വാഞ്ചി അയ്യരുടെ പ്രവൃത്തിയെ പറ്റി മാഡം ഗാമ അല്ലെ, മാഡം ഗാമയൊക്കെ നമ്മൾ പറയും. മാഡം ഗാമ ആദ്യമായിട്ട് ദേശീയ പതാക, ത്രിവർണ്ണ പതാക ഉയർത്തിയ ആളാണ്, സ്ത്രീയാണ്. അപ്പം മാഡം ഗാമ പറയാണ് തൻ്റെ വന്ദേ മാതരം പ്രസിദ്ധീകരണത്തിൽ ഇങ്ങനെ എഴുതി: വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകളായി അടിമത്തത്തിൽ ആയിരുന്ന ഒരു രാജ്യത്തെ ഗാഠനിദ്രയിൽ നിന്നും ഉണർത്തി. അപ്പം ഇത്തരം ചില പ്രവർത്തികൾ നമ്മുടെ ഇന്ത്യക്കാർക്ക് ആത്മവിശ്വാസവും ഒരു ഉണർവും നൽകിയിരുന്നു. 1920 NM ജോഷി, ലാല ലജ്പത് റായ് എന്നിവർ മുൻകൈയെടുത്ത് അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് രൂപീകരിച്ചു. അപ്പോൾ തൊഴിലാളി പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ മദ്രാസിലും അഹമ്മദാബാദിലേക്ക് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ഓൾ ഇന്ത്യ ലെവൽ ഒരു ട്രേഡ് യൂണിയൻ AITUC രൂപീകരിച്ചത് NM ജോഷിയും ലാല ലജ്പത് റായും ചേർന്നാണ്. ഈ സംഘടനയുടെ 3 പ്രധാന ലക്ഷ്യങ്ങൾ: തൊഴിലാളി വർഗമെന്ന നിലയിൽ സംഘടിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക, ഇന്ത്യൻ തൊഴിലാളി വർഗം രാജ്യത്തിന് പുറത്തുള്ള തൊഴിലാളി വർഗവുമായി ചേർന്ന് പ്രവർത്തിക്കുക, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ സജീവ പങ്ക് വഹിക്കുക. ഇത് 3ആയിരുന്നു പ്രധാന ലക്ഷ്യം. ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങളും ജമീന്ദാർമാരുടെ ചൂഷണവും കാർഷിക ഉൽപ്പന്നങ്ങൾക്കുണ്ടായ വിലയിടിവും കർഷകരുടെ ഇടയിൽ കൂട്ടായ്മയുടെ ആവശ്യകത ബോധ്യപ്പെടുത്തി. ഇത് കർഷക പ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി. അപ്പോൾ കർഷക പ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് കാരണം ഇവിടെ പറഞ്ഞതാണ്. വമ്പിച്ച നികുതി നയങ്ങൾ, ജമീന്ദാർമാരുടെ ചൂഷണം, കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയിടിവ്, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന കാരണം. NG രംഗ അടക്കമുള്ള കർഷക നേതാക്കളുടെ ശ്രമഫലമായി ലാഹോറിൽ വെച്ച് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിതമായി. അപ്പോൾ അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിതമാകുന്നത് ലാഹോറിൽ വെച്ചാണ്. NG രംഗ അടക്കമുള്ള കർഷക നേതാക്കളാണ് അതിന് നേതൃത്വം വഹിച്ചത്. പിൽക്കാലത്ത് ഇതെന്തായി മാറി? അഖിലേന്ത്യാ കിസാൻ സഭ എന്നായി മാറി. ബോംബെയിലെ അഖിലേന്ത്യാ കിസാൻ സമിതി സമ്മേളനത്തിൽ വെച്ച് കർഷകരുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കിസാൻ മാനിഫെസ്റ്റോ രൂപം നൽകി. ഇതിൽ ചില പ്രത്യേക ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതാണ് പറയുന്നത്: ഭൂനികുതിയും പാട്ടവും 50% കുറയ്ക്കുക, കടങ്ങൾ മരവിപ്പിക്കുക, ഫ്യൂഡൽ നികുതി അഥവാ ഈ മാടമ്പികൾ, ജമീന്ദാർമാർ കൊണ്ടുവരുന്ന നികുതികൾ റദ്ദാക്കുക, കർഷക തൊഴിലാളികൾക്ക് മിനിമം വേതനം ഉറപ്പാക്കുക, കർഷക യൂണിയനുകളെ അംഗീകരിക്കുക. ഇത്രയുമായിരുന്നു അവരുടെ പ്രധാന ആശയങ്ങൾ അല്ലേ. വളരെ സിമ്പിളായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ കൂടുതൽ വിശദീകരണം അവിടെ കൊടുക്കുന്നില്ല. കർഷകരുടെയും തൊഴിലാളികളുടെയും ഒത്തുചേരലും പ്രതിഷേധവും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ഉണർവേകി. ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യത്വ നയങ്ങളെയും ഇന്ത്യയിൽ നിലനിന്ന ഫ്യൂഡൽ വ്യവസ്ഥയെയും ഒരുപോലെ എതിർത്ത തൊഴിലാളികളുടെയും കർഷകരുടെയും നിലപാടുകൾ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ കലാപങ്ങൾക്കും സമരങ്ങൾക്കും വഴിതെളിച്ചു. അപ്പോൾ പ്രധാന സമരങ്ങളും അവ നടന്ന സ്ഥലങ്ങളുമാണ്: തേഭാഗ സമരം ബംഗാൾ, തെലങ്കാന സമരം ആന്ധ്രാപ്രദേശ്, നാവിക കലാപം ബോംബെ, തെലങ്കാന സമരം ആന്ധ്രാപ്രദേശ്, തേഭാഗ സമരം ബംഗാൾ. ഇനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇപ്പോൾ ഇവിടെ സൈഡിൽ അതിർത്തി ഗാന്ധിയെക്കുറിച്ച് പറയുന്നുണ്ട്. ആദ്യം നമുക്ക് അതൊന്ന് വായിക്കാം. ദ്വിരാഷ്ട്രവാദത്തെയും ഇന്ത്യയുടെ വിഭജനത്തെയും ശക്തമായി എതിർത്തിരുന്ന നേതാവാണ് ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ.
ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശങ്ങളിൽ നിരവധി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ അദ്ദേഹത്തെ ഇന്ത്യയുടെ വിഭജനം ദുഃഖിപ്പിച്ചു. ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി നിലകൊണ്ട അദ്ദേഹം അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നു. ഇന്ത്യ ഗവൺമെന്റിന്റെ പരമോന്നത ബഹുമതിയായ ഭാരത രത്ന നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചു. അപ്പോൾ അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാന് ഭാരതരത്നം കിട്ടിയിട്ടുണ്ടെന്ന് കൂടി ഓർക്കുക കേട്ടോ. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ പോവാണ്. രണ്ടാം ലോക മഹായുദ്ധം ലോകത്താകമാനം സാമ്രാജ്യത്വത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണമായി. ബ്രിട്ടൻ സാമ്പത്തികമായി ദുർബലമാവുകയും അതുവഴി കോളനികൾ നിലനിർത്താനുള്ള ശേഷി നഷ്ടപ്പെടുകയും ചെയ്തു. ഏഷ്യയിലും ആഫ്രിക്കയിലും സ്വാതന്ത്ര്യ സമരങ്ങൾ ശക്തിപ്പെട്ടതും ലോകത്തെ വൻ ശക്തികളായി വളർന്നു വന്ന അമേരിക്കയും സോവിയറ്റ് യൂണിയനും കോളനി വാഴ്ചയ്ക്കെതിരായി നിലപാടെടുത്തതും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടനെ നിർബന്ധിതരാക്കി. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കിയ പ്രധാന ഘടകങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, രണ്ടാം ലോക മഹായുദ്ധം കഴിയുമ്പോൾ ബ്രിട്ടൻ സാമ്പത്തികമായിട്ട് തകർന്നു. അതുകൊണ്ട് അവർക്ക് കോളനി നിലനിർത്താനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. പിന്നെ ഏഷ്യ, ആഫ്രിക്ക അവിടെയുള്ള സ്വാതന്ത്ര്യ സമരങ്ങൾ ലോകത്ത് മുഴുവൻ ഒരു വൻ ശക്തിയായിട്ട് വളർന്നു വന്നു. അതോടൊപ്പം അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഒക്കെ ഈ ഒരു കോളനി സിസ്റ്റത്തെ എതിർത്തു. അപ്പോൾ ലോകവ്യാപകമായിട്ട് തന്നെ ഒരുപാട് വെല്ലുവിളി ഏറ്റുനിന്ന ബ്രിട്ടന് ഇന്ത്യ വിട്ടു പോകൽ നിർബന്ധിതമായിട്ട് വന്നു. ഇന്ത്യയോട് അനുഭാവം പുലർത്തിയിരുന്ന ക്ലമന്റ് ആറ്റ്ലി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ലേബർ പാർട്ടി ബ്രിട്ടനിൽ അധികാരത്തിൽ വന്നതും സ്വാതന്ത്ര്യ സമ്പാദനം എളുപ്പമാക്കി. അപ്പോൾ ഇന്ത്യയോട് അനുഭാവമുള്ള ചില ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. അതിൽപ്പെട്ട ക്ലമന്റ് ആറ്റ്ലി അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതൃത്വത്തിൽ വന്നപ്പോൾ അതും നമുക്ക് അനുകൂലമായി. എന്നാൽ മുഹമ്മദ് അലി ജിന്നയുടെ നേതൃത്വത്തിൽ സർവേന്ത്യ ലീഗ് പാകിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് പ്രശ്നം പരിഹരിച്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനുള്ള പ്രവർത്തനങ്ങൾക്കായി മൗണ്ട് ബാറ്റൻ പ്രഭുവിനെ ഇന്ത്യയുടെ വൈസ്രോയിയായി നിയമിച്ചു. ഇന്ത്യയെ വിഭജിക്കാതെ അധികാര കൈമാറ്റം സാധ്യമല്ലെന്ന് വാദിച്ച മൗണ്ട് ബാറ്റൻ അതിനുവേണ്ടി തയ്യാറാക്കിയതാണ് മൗണ്ട് ബാറ്റൻ പദ്ധതി. അപ്പോൾ മൗണ്ട് ബാറ്റൻ പദ്ധതി തയ്യാറാക്കിയത് മൗണ്ട് ബാറ്റൻ പ്രഭുവാണ്. അതിൽ പറയുന്നത് ഇന്ത്യയെ വിഭജിച്ചതിന് ശേഷമേ അധികാരം കൈമാറാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ഇവിടെ കലാപങ്ങൾ ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കേണ്ടതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ്. പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കേണ്ടതാണ്. വടക്ക് പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനം പാകിസ്ഥാനിൽ ചേർക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിന് ഒരു ഹിതപരിശോധന നടത്തുന്നതാണ്. ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ മുസ്ലിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഭൂരിപക്ഷ പ്രദേശം അവരുടെ രാജ്യമായിട്ട് കൊടുക്കാം. പഞ്ചാബും ബംഗാളും രണ്ട് പക്ഷത്തിനും വേണ്ടി വിഭജിച്ചു കൊടുക്കാം. ഇനി വടക്ക് പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനങ്ങൾക്ക് ഏത് ഭാഗത്തിലേക്ക് ചേരണമെന്ന് അറിയുന്നതിന് വേണ്ടി ഒരു ഹിതപരിശോധന നടത്താം. ദെൻ ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കാൻ ഒരു കമ്മീഷൻ തന്നെ, ഒരു അതിർത്തി നിർണയ കമ്മീഷനെ തന്നെ നിയമിക്കാം. ഇത്തരം കാര്യങ്ങളാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ കോൺഗ്രസും സർവേന്ത്യ ലീഗും ഈ പദ്ധതി അംഗീകരിച്ചു. എന്നാൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനെ പോലുള്ള ദേശീയവാദികൾ ഇതിനെ എതിർത്തു. 1947 ജൂലൈയിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസ്സാക്കി. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസ്സാക്കുന്നത് 1947 ജൂലൈ മാസമാണ്. ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രണ്ട് സ്വതന്ത്ര രാജ്യങ്ങൾ നിലവിൽ വന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ഒരു ബഹുജന ദേശീയ സമരമായി മാറിയത് എങ്ങനെയാണെന്നാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത്. ഇതിൽ ഗാന്ധിജിയുടെ പങ്കും നമ്മൾ സംസാരിച്ചു. ഗാന്ധിയൻ രീതിയെക്കുറിച്ചുള്ള പല കാര്യങ്ങളും നമ്മൾ ഈ കാലഘട്ടത്തിൽ നടന്നതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇതെല്ലാം നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ പ്രാദേശിക സമരങ്ങളെക്കുറിച്ച് പറഞ്ഞു. ചമ്പാരനിലെ നീലം കർഷക സമരം, അഹമ്മദാബാദിലെ തുണിമിൽ സമരം, ഖേഡ കർഷക സമരം. പിന്നെ ദേശീയ സമരങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു.
നിസ്സഹകരണ സമരം, സിവിൽ നിയമലംഘനം, ക്വിറ്റ് ഇന്ത്യ സമരം. നിസ്സഹകരണ നിയമലംഘനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉപ്പ് സത്യാഗ്രഹവും ധരാസന സമരവും നടക്കുന്നത് അല്ലേ, സരോജിനി നായിഡുവിൻ്റെ നേതൃത്വത്തിൽ. ദെൻ വേറിട്ട വഴികളാണ് സ്വരാജ് പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടി, വിപ്ലവ പ്രസ്ഥാനങ്ങൾ, തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങൾ. സോ നമ്മൾ ഇന്ത്യ ചരിത്രത്തിൻ്റെ ഒരു ക്ലാസ് കൂടി കംപ്ലീറ്റ് ചെയ്തു. ഇനി ഒരു ക്ലാസ്സോടുകൂടി നമുക്ക് ഇന്ത്യ ചരിത്രം SCERT ഭാഗം കംപ്ലീറ്റ് ചെയ്യാനാകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേൾഡ് ഹിസ്റ്ററിയിലേക്ക് കിടക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് വിൻസ്പയർ യൂട്യൂബ് ചാനലിന് വളരെയധികം നിർണായകമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പഠിക്കുക. എത്രയും പെട്ടെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് എത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും.